പേര് പറഞ്ഞു. സതീഷ് കുമാർ. എനിക്ക് സ്കിന്നിലൊരു പ്രോബ്ലം വന്നു. സ്കിന്നിൽ അഴി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലെന്ന് പറഞ്ഞ് 6 മാസം ട്രീറ്റ്മെൻറ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എടുക്കാനോ എടുക്കാനോ കഴിയാതെ കടയിലായിരുന്നു. നിൽക്കാനോ നടക്കാനോ പറ്റില്ല, ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ഈ സഹോദരനായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവായ യേശുവിന്റെ തിരുനാമത്തിന്റെ ശക്തിയിൽ മർക്കോസ് 16:17 ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അടയാളം ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ രോഗിയുടെ മേൽ കരങ്ങൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കുമെന്ന തിരുവചനത്തിന്റെ ശക്തിയാൽ കർത്താവ് മകന്റെ അസ്ഥികളും ഞരമ്പുകളും മാംസപേശികളും യേശുനാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. കമ്പെടുത്ത് എന്നിട്ട് അങ്ങോട്ട് നടന്നു വേണമെങ്കിൽ കൊണ്ട് മടുത്തെടുത്തോ. കരങ്ങളടിച്ച് ഈശോയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവേ ഈ മകനെ ഇതാ ശക്തിപ്പെടുത്തുന്നതിനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കുഴപ്പമില്ല, നടന്നോ. ഈശോയെ എന്ന് പറഞ്ഞ് നടന്നു കേട്ടാ, ധൈര്യമായിട്ട് നടന്നോ. തിരിച്ചു വാ. എല്ലാവരും പ്രാർത്ഥിച്ചേ, കരമുയർത്തി കരങ്ങളടിച്ച് നന്ദി പറഞ്ഞോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിരിഞ്ഞു കേട്ടോ, തിരിഞ്ഞു. ഇപ്പൊ നടന്നപ്പോ എന്തോ തോന്നുന്നു കേട്ടോ, ബലം കിട്ടുന്നു. നേരത്തെ ഒരു കാലിന് ബലക്കുറവുള്ളതുകൊണ്ട് ആ വശത്ത് അമർത്തിയാണ് വലതുവശത്ത് കമ്പ് പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോ ആ കാലിന് ബലം ഉള്ളതായിട്ട് കർത്താവ് പറയുക. നന്നായിട്ടൊന്ന് കാല് കുടഞ്ഞ്, നന്നായിട്ട് കുടഞ്ഞോ. ഈശോ ഒന്ന് പറഞ്ഞു കുടഞ്ഞോ. അടുത്ത കാല് കുടഞ്ഞ്. ഇപ്പൊ എന്ത് തോന്നുന്നു കേട്ടോ, ശക്തിയുണ്ട്. ഇനി വടി വേണോ? വേണമെന്നില്ല. എന്നാ വടി ഉയർത്തിപ്പിടിച്ച് നടന്നു. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് നടന്നോ. ശക്തിയോടെ കരങ്ങൾ അടിച്ച് രോഗിയോട് അവിടുന്ന് പറഞ്ഞു, കിടക്കെ എടുത്തു നടക്കാൻ പറഞ്ഞു. ഇതാ ഈ മകനെ സുഖപ്പെടുത്തിയ തമ്പുരാന് കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച്. പ്രൈസ് ദി ലോർഡ്.